വളമായി ഞാൻ മാറിയിടാം. പച്ചത്തുള്ളൻ മീലിമുട്ട ഇലപ്പേനോ അകലെ പുഴുകളോ മണ്ടരിയോ കളകളിൽ നിന്ന് അകലെ വാനില ചെടിയേ വാനില ചെടിയേ വാനിലച്ചെടിയേ വാനോളം വളര്. വാനിലച്ചെടിയേ വാനോളം വളര്. Wanna get down for the night, here demon. I just wanna feel, wanna breathe, wanna live it. അതാരാന്നറിയോ? അറിയാണ്ടിരിക്കോ? അതാണ് സിദ്ധാർത്ഥ. 26 years old. ഒരു ഹാർട്ട് റോക്ക്. ചേട്ടനെ പോലെ ഓൾറൗണ്ടർ വേറെ ഇല്ല. മിസ് ചെയ്തോ ജലക്കിളീസ്? എന്നാ മാറിയില്ലേ, എനിക്കുള്ള ജലക്കിളി ഇതോ നടന്നു വരുന്നു കണ്ടില്ലേ? മിസ് ചെയ്തോ? പിന്നില്ലേ വല്ലാണ്ട്. എനിക്കടാ. ദായോ എനിക്കാണോ മനസ്സിലായില്ല. എനിക്കടാ വാഴ. വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കം കഴിഞ്ഞു. എനിക്ക് പല്ലിക്ക തേച്ചിട്ട് കഴിക്കാൻ താഴെ വാടാ. മനുഷ്യന്റെ തൊണ്ട പോയത് മിച്ചം. എത്ര നേരമായി ഞാൻ കിടന്ന് കാറുന്നു. എങ്ങനെ എണീക്കും പാതിരാക്കോഴി? 5 മിനിറ്റിനുള്ളിൽ താഴെ വന്നോണം കേട്ടോടാ. ഇനി എന്തിനു കുളി? കുളിയൊക്കെ എല്ലാം ആയില്ലേ? ശ്രീ പൂമുഖത്തൊരു ബ്ലാക്ക് ടീ വേണം. ഞാനിട്ട് കുടിച്ചോളാം. അന്നെന്തിനാ പറഞ്ഞ ബുദ്ധിമുട്ടുന്നേ? ഭാഗ്യം ഇപ്പൊ ആ കറിച്ചട്ടി എന്റെ നെഞ്ചത്തിരുന്നേന്. ഹായ് ചേട്ടാ, എനിക്കൊരു ബൂസ്റ്റ്. അല്ലേ വേണ്ട, കോംപ്ലാൻ ഇട്ട വാലി. നിനക്ക് എന്തിനാടാ കോംപ്ലാൻ? നീ ബൂസ്റ്റ് ഇട്ട് കുടിച്ചാ മതി. അത് പറ്റൂല, മുരടിച്ച ചേട്ടനെ പോലെ നിനക്കാവാൻ പറ്റൂല. അമ്മ പറഞ്ഞത് കേട്ടോ, അവന് നെത്തോലി വായിൽ നിന്ന് വരുന്ന ചൂര് ഓർത്താനോ. അങ്ങോട്ട് നോക്കണ്ട, അമ്മയ്ക്കിത് ശീലായി. ചേട്ടൻ പാല് കോംപ്ലാൻ ഇട്ട് ഇങ്ങ് എടുക്ക്, എനിക്ക് പഠിക്കാനുള്ളതാ. ഇട്ട് തരാൻ, കിടന്ന് മോങ്ങണ്ട. ഇവൻ പഠിച്ചിട്ട് വേണം നാട് ഭരിക്കാൻ. അല്ലേ അമ്മ കണ്ട ചേട്ടൻ പറയുന്നത്? എന്തെടുക്കാ നിനക്ക്? നീയോ പഠിക്കാണ്ട് സപ്ലൈ വാങ്ങി വീട്ടില് ജോലിയും കൂടി ഇല്ലാണ്ടാണ് നിൽക്കുന്നത്. പഠിക്കണ കൊച്ചിനെ ഇല്ലാണ്ടാക്കുവോ ഇനി നീ? ഇതിനെയാണല്ലേ മനാവച്ചികള് പാർഷ്വാലിറ്റി എന്ന് പറയുന്നത്. മതി മതി, നീ മാർക്കറ്റിൽ പോയി കുറച്ച് സാധനം മേടിച്ചോണ്ട് വാ. സഞ്ജയും ലിസ്റ്റും മെഷപുറത്തുണ്ട്. അവൻ വെറുതെ ഇരിക്കുവല്ലേ, ഞാനല്ലേ എപ്പോഴും പോണത്. അവൻ നിന്നെ പോലെ വെറുതെ എന്തായാലും കുത്തിയിരിക്കുവല്ല. പണക്കാരെ ഇട്ട ഷോർട്സും നമ്മൾ ഇട്ട ഓട്ടനിക്കറും കൊള്ളാം. അമ്മ ഞാൻ പോയി. അല്ല, എന്തൊക്കെയാ വാങ്ങാൻ പറഞ്ഞേ? ലിസ്റ്റ്? ഓ മൂഞ്ചി. മേശപ്പുറത്ത് ലിസ്റ്റ് എടുക്കാതെയാണോ വാഴ നീ പോയേ? സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം തെറ്റുപറ്റി. അടിയനെ ക്ഷമിച്ചു. വാട്സപ്പിൽ SMS അയച്ചാല് കട്ട് ചെയ്തോ? അതെന്താ ഇത്, കുത്തബ് മിനാറോ? ഇത് കൊറേ ഉണ്ടല്ലോ. ഇനി മാറി വല്ലതും അയച്ചതാണോ? വിളിച്ചോക്കാം. കുറച്ചു മുന്നേ ഇങ്ങേര് തന്നെയല്ലേ മെസ്സേജ് ഇട്ടത്? ഫോണ് ഏത് മൂലയ്ക്ക് വെച്ചിട്ട് ഇങ്ങേര് വിൽക്കണത്? ഇനി ഇങ്ങോട്ട് വിളിച്ച എന്റെ പട്ടി എടുക്കും. നീലാകാശം പീലിവിടത്തും പച്ചത്തെങ്ങോല. ആഴത് സിദ്ധാർത്ഥ മോനോ? ഇതെങ്ങോട്ടായേ? നീ അങ്ങ് മെലിഞ്ഞു പോയല്ലോടാ. ഞാൻ സാധനം മേടിച്ചിട്ട് വരുന്ന വഴിയാ. അല്ല മോനെ, നിന്റെ കാര്യം എന്തായി? ജോലി വല്ലതും ആയോ? നോക്കുന്നുണ്ട് ആന്റി. അല്ല,
ജോലിയൊക്കെ ആയാലല്ലേ കല്യാണത്തിന്റെ കാര്യം. അയ്യോ സമയം ഇത്രയായോ? ഞാനെന്നാ പോവാണേ. എന്നെ നാളെ കാണാം. ശരി ശരി എന്നാ. എന്താ എന്താ സാധനം? നീ ഓട്ട മത്സരത്തിലാണോ പോയേ? വയറ് കുറയ്ക്കാനുള്ള എക്സസൈസ് ആവും. എടാ മോനെ, അമ്മ ചേട്ടൻ തെറി വിളിക്കുന്നു. കിണ്ടർച്ച മേടിച്ചു തരാം. ഡീൽ അക്സെപ്റ്റഡ്. ഇതെന്താ ഇത്ര സാധനം? ആരെങ്കിലും വരുന്നുണ്ടോ? അമ്മയുടെ വീട്ടുകാര് വരുവോ? അതാ. നമ്മൾ ഒന്നിച്ച് നിന്റെ അച്ഛമ്മയുടെ വീട്ടിലേക്ക് പോവാ. ഇവിടുന്ന് പോകാനല്ലേ എളുപ്പം, വെക്കേഷനൊക്കെ അല്ലേ. ഉമ്മയ് ആരോഹി. സുന്ദരി നീയും സുന്ദരം ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. ആരോഗ്യ ചേച്ചി വരുന്നതിന്റെ ഇളക്കമായിരിക്കും. ഇനി ഇതെന്ന് അവസാനിക്കുമോ എന്തോ. Keep it up. சரி நம்ம போய் விளையாடுவோம். இனிமே நிம்மதியா வேலை செய்யலாம். அமைதி அமைதி. അളിയ ഓ വന്ന. അളിയ ഓ മൈ ഗാഷ്, നമ്മളിൽ പൊളിക്ക്. നിങ്ങൾ എന്റെ കഞ്ഞിയിലെ പാറ്റാവാണ്ടിരുന്നാ മതി. ഐ ആം ബാക്ക്. നീ മാത്രമേ ഉള്ളോ? എന്തേ നമ്മളെ ഒന്നും നിങ്ങൾക്ക് പിടിക്കൂലേ? ആരോഹി ചേച്ചി മറ. എല്ലാരും എത്തിയില്ലേ? ഇല്ലടി എത്തിയില്ല. ആൻറ്റി അപ്പ എവിടെ? ഓ അപ്പയോ? ഇങ്ങ് ഓടി വായോ, ഞാൻ കാർ പാർക്കാൻ പോയതല്ലേ. ആ എൻ്റെ മൊബൈലേ അപ്പയുടെ പോക്കറ്റിലായിരുന്നു. താങ്ക്സ്. ഇപ്പൊ എങ്ങനെ ഇരിക്കണം? എപ്പോഴും നമ്മൾ ഇറങ്ങുന്നേ? നിന്റെ ഏട്ടൻ ഇത് വിട്ടില്ലേ? എവിടെ എനിക്കതല്ല, ഈ മോന്തയിൽ എപ്പോഴും കാണുന്നേ, എന്നിട്ടും പഠിപ്പ് വരുന്നില്ല എന്ന്. ചിലപ്പോ ഇനി ട്രോളവായതുകൊണ്ടാവും. എന്റെ ചേട്ടനായിട്ട് പറയല്ല, കാണാൻ ഊളയാണേലും ആള് പാവമാണ്. ജല്ലല്ലേ റോസ് വാട്ടർ സ്മെല്ലല്ലേ മുത്ത് കായ്ക്കണ ഷെല്ലല്ലേ അല്ലേ അല്ലേ. എന്താണ് ഡായോ ഏട്ടാ എന്നായിരുന്നു നല്ലത്. അഭിജി ഒന്ന് നിർത്തും, കൊറേ നേരായി. പ്രേമിക്കാനും സമ്മതിക്കൂല നായകള്. അപ്പ എനിക്ക് വയറ് വേദനിക്കുന്നു. എന്നാണോ തുമ്പി? രാവിലെ ലേസ് വെറും വയറ്റിൽ കഴിച്ചതല്ലേ, അതുകൊണ്ടാവും. ഇഷു, എടാ ഇഷു, എടാ ഇച്ചുലേ നീ ഇങ്ങ് വന്നേ. എന്നാ അപ്പ? തുമ്പീനെയും കൂടെ കൂട്ട് കളിക്കാൻ. പിന്നെ ശ്രദ്ധിക്കണം കേട്ടോ, അവയ്ക്ക് വയ്യാത്തതാ. ശരി അപ്പ. ആ തുമ്പി. ഇനി ഇവക്കെന്നാ വയന്നാ പറഞ്ഞേ? വയ്യേ? എന്നാ പറ്റിയിടാവേ? ചെറിയ വയറുവേദന. അത് സാരമില്ല, നമുക്ക് പോയിട്ട് 2 ദിവസം കഴിഞ്ഞ ഉടനെ വരാല്ലോ. പിന്നെ അച്ഛമ്മന്റെ കയ്യിൽ മരുന്നെല്ലാം കാണും. ഇവിടെ എന്താ കുട്ടിപ്പട്ടാളങ്ങൾ ചേർന്ന് കൂടാലോചന? ഞങ്ങൾ കുറച്ചതിന് ഇവിടുത്തെ പൗരന്മാരാണ് മിസ്റ്റർ. പിന്നെ ഒലത്തി. എന്തിനാ കേട്ടാ ചുമ്മാ അടിക്ക് വരുന്നേ? ചേട്ടന് അടിയുണ്ടാക്കാൻ ആളില്ലാത്തോണ്ടാ. ചേട്ടന്റെ ഒപ്പം പഠിച്ചവരൊക്കെ ഇപ്പൊ ജോലിയായി, കൂടെ കല്യാണവും കഴിഞ്ഞു. ഇപ്പൊ നിനക്ക് വയറുവേദന ഇല്ലേ കുരിപ്പേ? ആ ഞാനങ്ങ് മെഴുകി. വണ്ടിയിലെല്ലാം അടുത്ത് വെച്ചില്ലേ? ആ വെച്ചിട്ടുണ്ട്. പറഞ്ഞ വിട്ട നേരെ അങ്ങോട്ട് വരില്ലേ? ആടി അവിടെ വന്നോളും. എല്ലാം റെഡിയായില്ലേ? എവിടെ ആയിരുന്നു?
ഞാൻ ബ്ലോക്കിൽ പെട്ടുപോയി അതാ. അപ്പൊ നമുക്ക് ഇറങ്ങിയാലോ? ഇനി വെക്കേഷൻ ഒരു സ്ഥലത്തും കൊണ്ടുപോയില്ല എന്നൊന്നും പറയരുത്. ഇതാ ഇപ്പൊ കൊണ്ടുപോകുന്നുണ്ട്. എന്താടി? ഒന്നുമില്ല. നിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മാറിയ പൊന്നു മോളെ, എന്റെ സ്കൂളിൽ നിനക്ക് സസ്പെൻഷൻ കിട്ടിയെന്നാരോ വീട്ടിൽ പറഞ്ഞു. എനിക്കെന്ത് ഉദ്ദേശം? എനിക്കൊരു ഉദ്ദേശമില്ല. എന്നാ നിനക്ക് കൊള്ളാം. അപ്പൊ പിള്ളേരെ നമുക്ക് പോവാം. തറവാട് വീട് മൂവാറ്റുപുഴ. എല്ലാ വെക്കേഷനും അവിടെ തന്നെയല്ലേ. ചുമ്മാ ഒരു ഓയെങ്കിലും ഇട്ടില്ലേ, അവിടെ ഇനി കൊണ്ടുപോകില്ല. ശരിയാ. നിക്ക് പോവല്ലേ. ബോട്ടിന്റെ കാര്യം പറയാനുണ്ട്. എല്ലാവരും കൺഫ്യൂസ് ആണെന്ന് എനിക്കറിയാം. അപ്പോൾ ഈ കൺഫ്യൂഷൻ ഒന്ന് മാറ്റാനായിട്ടേ ഞാൻ എല്ലാവരുടെയും ഒന്ന് ഇൻട്രൊഡക്ഷൻ തരാം. എല്ലാവരും റെഡിയല്ലേ? എന്നാൽ ആദ്യം ഫാസ്റ്റ് നിന്ന് നമുക്ക് തുടങ്ങാം. ഒരു ചെറിയ വലിയ പറയുമ്പോൾ മനസ്സിലാവുമായിരിക്കും. ലാഗാണെങ്കിലൊന്ന് അടിച്ചിട്ട് കണ്ടോ. അപ്പോൾ ആദ്യം തുടങ്ങുന്നത് പണ്ട് അത്രയ്ക്കും പണ്ട് പോകണ്ട, പക്ഷെ ഒരു കാർണോട്ടൊക്കെ കാലത്ത് ഒരു കപ്പിൾസ് എന്ന് പറയുമ്പോൾ മുകുന്ദൻ ഉണ്ണി ആൻഡ് കൃഷ്ണ ഇന്ദു. ഇവർ രണ്ടുപേർക്കും കുറേ വർഷങ്ങളായിട്ട് മക്കളില്ല. അപ്പോൾ എത്രയോ വർഷം തപസ്സിരുന്ന് കിട്ടുന്ന ഒരു മോളാണ് നമ്മളുടെ അഞ്ജലി മുകുന്ദൻ. ഏക മകളായതുകൊണ്ട് തന്നെ എല്ലാവർക്കും കൊഞ്ചിച്ചാണ് വളർത്തിയത്. അഞ്ജലി മുകുന്ദൻ ചെറിയ കുഞ്ഞിൽ നിന്ന് വലിയൊരു 18കാരിയായി കൺവേർട്ട് ആയതും കല്യാണാലോചനകളൊക്കെ വരാൻ തുടങ്ങി. സ്വാഭാവികം. പക്ഷെ അഞ്ജലിക്കാണെങ്കിൽ തൻ്റെ അയൽവാസിയായ ഒരു 27കാരനും ആയിട്ട് ഒരു എന്താ പറയുക, നമ്മൾ വശി പറഞ്ഞ ദിങ്കുൽഫി. ആളുടെ പേര് രാധാകൃഷ്ണൻ. ആളൊരു മാഷാണ്. മൂപ്പരാണെങ്കിൽ ഓർഫൻ ആയതുകൊണ്ട് ആദ്യം വാക്ക് തർക്കമൊക്കെ വീട്ടിലുണ്ടായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ മൂപ്പരൊരു ഡീസൻ്റ് ആണ്. പോരാത്തതിന് ഡീസൻ്റ് ജോലിയുണ്ട്, വിദ്യാഭ്യാസവും ഉണ്ട്. ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അഞ്ജലി മോളുടെ വാശിയൊന്ന് ജയിച്ചു. അവരൊക്കെ കൂടെ സമ്മതിച്ചു കൊടുത്തു. പിന്നെ പറയാനുണ്ടോ, ആഗ്രഹിച്ച മുതൽ കയ്യിൽ കിട്ടിയാലുള്ള സന്തോഷം നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ മുഹൂർത്തമൊക്കെ കുറിച്ച് ഒരു ഞായറാഴ്ച രാവിലെ മാഷ അഞ്ജലി കൊച്ചിൻ്റെ കഴുത്തിൽ താലി അങ്ങ് കെട്ടി. അങ്ങനെ അഞ്ജലി മുകുന്ദൻ അഞ്ജലി രാധാകൃഷ്ണനായി മാറി. കുറച്ച് നാളുകളിൽ തന്നെ ആദ്യത്തെ ഡെബ്യൂട്ടിൽ ഉണ്ടായ സോങ്ങാണ് സിത്താര രാധാകൃഷ്ണൻ. മൂത്ത മകള് എൻ്റെ അമ്മ. ആദ്യത്തെ കൊച്ചായതുകൊണ്ട് തന്നെ രാധാകൃഷ്ണൻ മാഷിന്റെ മോളെ വല്ലാണ്ട് കാര്യമായിരുന്നു. പിന്നെ അറിയാലോ, അച്ഛന്മാർക്ക് പൊതുവേ പെൺപിള്ളേരോട് ഒരു ചെറിയ ഇതുണ്ട്. പക്ഷെ അതുപോലെ പുള്ളി കുറച്ച് സ്ട്രിക്റ്റുമാണ്. പിള്ളേരായാലെല്ലാം അറിഞ്ഞിരിക്കണം, പഠിക്കണം, പഠിക്കുന്ന കാര്യത്തിൽ നോ കോംപ്രമൈസ് എന്നൊരു എന്താ പറയാ, മനസ്സിലായില്ലേ? അത് തന്നെ. ആദ്യത്തെ പേരക്കുട്ടിയെ കണ്ട് 4 വർഷം കഴിഞ്ഞതും അഞ്ജലി കൊച്ചിൻ്റെ അച്ഛനങ്ങ് വിട പറഞ്ഞു. ആ സങ്കടത്തിനിടയിൽ അഞ്ജലി ഒരു സന്തോഷ വാർത്ത അറിയിച്ചു. എന്തായിരിക്കും? അത് തന്നെ, 2ാമത്തേത് ഓൺ ദ വേ ആണെന്ന്. ഈ സന്തോഷ വാർത്ത കേട്ടതും സ്വാഭാവികമായിട്ട് എല്ലാവരും ഒന്ന് ജീവിച്ചു. അവർക്ക് ഭയങ്കര സന്തോഷമായി. ഒടുവിൽ അതും നടന്നു. 2ാമത്തെ പുത്രൻ, അതായത് കൃഷ്ണ രാധാകൃഷ്ണൻ. പേര് ഏറ്റവും വെറൈറ്റി ആയത് മാമൻ്റേതാണ്. അഞ്ജലിയുടെ ആദ്യത്തെ മകൻ. അഞ്ജലിയുടെ മുഖഛായയും രാധാകൃഷ്ണൻ മാഷിന്റെ സ്വഭാവവും സിത്താരമോളുടെ കണ്ണുകളിയാണ്. ഒറ്റയ്ക്കായ ജീവിതത്തിൽ ഒരു അനിയൻ വന്നതല്ലേ, അതങ്ങനെ വരും. അനുഭവം ഗുരു. കൃഷ്ണൻ മാമന്റെ വരവ് വന്ന് 2 വർഷം പോലും കഴിഞ്ഞില്ല, പുറകെ അഥർവ മാമൻ ലാൻഡായി. അഥർവ മാമനെ കണ്ടതും രാധാകൃഷ്ണൻ മാഷിന് ഒന്നും ഉറപ്പായി. ഒരു മാഷിന്റെ തലയിൽ നിന്ന് വലിയ ഇടുക്കിയാണെന്ന്.
ലാസ്റ്റ് മോനാണെന്ന അഹങ്കാരം നല്ലതുപോലെ ഉണ്ടെങ്കിലും ചേച്ചിയെ തൊട്ടാൽ അടിക്ക് പോണ ഐറ്റമാണ്. പക്ഷേ ആ അഹങ്കാരം പെട്ടെന്ന് തന്നെ അഞ്ജലി അമ്മ തീർത്തു കൊടുത്തു. നാലാമത്തെ മകൻ ആരവ് രാധാകൃഷ്ണൻ. ആദ്യമൊക്കെ അഥർവ മാമൻ ഷോ ഇറക്കിയെങ്കിലും പിന്നീട് വീട്ടിൽ അഥർവ മാമൻ ഇഷ്ടമുള്ള കൂട്ട് ആരവ് മാമനായി മാറി. ഇതോടെ തീർന്നല്ലോ എന്ന ആശ്വാസത്തിൽ അഞ്ജലി കൊച്ചിന്റെ അമ്മ സമാധാനമായിട്ട് ഒന്നിരിക്കുമ്പോഴാണ് രാധാകൃഷ്ണൻ പണി ഒപ്പിക്കുന്നത്. അഞ്ജലിയുടെ 5ാമത്തെ പ്രഗ്നൻസി. ആഹാ, അത് കേൾക്കേണ്ട താമസം. പുള്ളിക്കാരി ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുകയാണ് ഉണ്ടായത്. സോ ക്രൂവൽ. അങ്ങനെ അവസാനമായിട്ട് ഉണ്ടായ പഞ്ചാര കുഞ്ചുമാണ് ആദിത്യ രാധാകൃഷ്ണൻ, വീട്ടിലെ കണ്ണിലുണ്ണി. ഇളയതായതുകൊണ്ട് ഏറ്റവും ലാളിച്ച് വളർത്തിയ മുതൽ. അങ്ങനെ ആദിത്യ മാമൻ 10 വയസ്സുള്ളപ്പോഴാണ് രാധാകൃഷ്ണൻ ലൈഫിൽ നിന്ന് റിട്ടയർ ആയി പോകുന്നത്. പിന്നീട് അഞ്ജലി കൊച്ചിന് പിള്ളേരായി ലോകം. മൂത്ത മകൻ സിത്താര, രണ്ടാമത്തേത് കൃഷ്ണ, മൂന്നാമത്തേത് അഥർവ്, നാലാമത്തേത് ആരവ്, ലാസ്റ്റ് ആദിത്യ. വർഷങ്ങൾ അതിന്റെ വഴിക്ക് പോയി. മൂത്ത മകള് സിത്താരയുടെ വിവാഹം എന്റെ അച്ഛൻ അർണവ് മോഹന്റെ കൂടെ നടത്തി. 1 വർഷത്തിനിടയിൽ ഞാനുണ്ടായി, സിദ്ധാർത്ഥ് അർണവ്. അഞ്ജുമ്മയുടെ ആദ്യത്തെ പേരക്കുട്ടി ആയതുകൊണ്ട് അതിൻ്റെതായ ട്രീറ്റ്മെന്റ് ഒക്കെ എനിക്ക് കിട്ടുമായിരുന്നു. പിന്നെ ഞാൻ ജനിച്ചു വീണതും കുറച്ച് നാളുകൾക്കിടയിൽ തന്നെ ഓരോ വർഷം കഴിയും തോറും എന്റെ മാമന്മാരുടെ കെട്ട് ലൈവായിട്ട് കാണാനുള്ള ഭാഗ്യം എനിക്ക് മാത്രമേ ഉണ്ടായുള്ളൂ. ഓരോ വർഷം ഓരോ സദ്യ. ആഹാ, അന്തസ്. കൃഷ്ണ വെഡ്സ് നന്ദിത, മാനസ വെഡ്സ് അഥർവ്, ആരവ് വെഡ്സ് നിത്യ. പക്ഷേ ഈ വർഷങ്ങൾ കടന്നു പോകുന്തോറും എനിക്കൊരു 5 വയസ്സ് പ്രായമായപ്പോഴാണ് ഞാനത് കേൾക്കുന്നത്. എനിക്ക് വേണ്ടി ഒരാൾ ജനിച്ചെന്നു. ആഹാ, അതാരാണെന്നൊന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് നന്ദിത മാമിയുടെ അടുത്തങ്ങ് ചെന്നു. ദേ കിടക്കുന്നു ഒരു കുഞ്ഞുവാവ. ആ കുഞ്ഞുവാവേനെ ഒരു വെള്ള തുണിയിൽ പുതപ്പിച്ച് കിടത്തിയേക്കുമായിരുന്നു. അപ്പൊ ഞാൻ അങ്ങ് ചോദിച്ചു, വാവയുടെ പേരെന്താ സീതു അമ്മേ? അപ്പൊ എൻ്റെ അമ്മ പറഞ്ഞു, ആരോഹി കൃഷ്ണ. ഇതെന്താ ഇങ്ങനെ എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് എന്നോട് നന്ദിത മാമി പറയുന്നത്, വാ ഒന്ന് തൊട്ട് നോക്കിയേ. കേൾക്കേണ്ട താമസം ഞാൻ ആ വിരലിലൊന്ന് തൊട്ടു. എൻ്റെ വിരൽ സ്പർശം തൊട്ട ഉടനെ എൻ്റെ വിരലുകളൊന്ന് പിടിച്ചു. ആ വിരല് പിടിക്കുന്ന കണ്ടിട്ട് പിറകില് കൃഷ്ണമാമ പറയുന്നത് കേട്ട് എല്ലാരും ചിരിക്കണുണ്ടായിരുന്നു. നീ കെട്ടാൻ പോണ പെണ്ണ, നിന്റെ മുറപ്പെണ്ണ്. എല്ലാരും അപ്പൊ ചിരിച്ചെങ്കിലും എനിക്കത് തമാശയായിട്ട് തോന്നിയില്ല. അവളെന്റെ മുറപ്പെണ്ണ എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ അങ്ങ് ഉറപ്പിച്ചു. ഇതും പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരുന്ന സമയമാണ് ലാസ്റ്റ് മകൻ ആദിത്യ. എൻ്റെ ആദിമാമൻ ഒരു അടാറ് സാധനം ഇറക്കിയത്. ഒരു ക്രിസ്ത്യൻ എലിസബത്ത് പെണ്ണിനെ വീട്ടിൽ കല്യാണം കഴിച്ചു കൊണ്ടുവന്നേക്കുന്നു. പക്ഷെ അതല്ല ശരിക്കുമുള്ള പ്രശ്നം. ആദിമാമന്റെ ഭാര്യയായ എലിസബത്ത് മോൾ 2 മാസം പ്രഗ്നന്റ്. ഇത് കേൾക്കേണ്ട താമസം അഞ്ജലി അമ്മ അടിച്ചു വിടുകയാണ് ചെയ്തത്. പണ്ട് കാലമല്ലേ, എനിക്ക് ഭയങ്കര അടുപ്പം ആദിമാമനോടായിരുന്നു. ആദിമാമൻ പോയപ്പോൾ വീട് മൊത്തം ശോകമായി. ശോകത മാറ്റാനായിട്ട് അഞ്ചു അമ്മയുടെ 3ാമത്തെ മോൻ അങ്ങട് പേരക്കുട്ടിയെ ലാൻഡാക്കി. പിന്നെ അഞ്ചു അമ്മ ആദിത്യ മാമനുമായിട്ടുള്ള പ്രശ്നമൊക്കെ മറന്നു തുടങ്ങി. കാരണം വൈക വന്നതിന് ശേഷം പിന്നെ അടുക്കി പിള്ളേരുടെ മഴയായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ സിത്താരയ്ക്കും അർണവിനും ഉണ്ടായ 2 പിള്ളേരാണ്. സിദ്ധാർത്ഥ് അർണവ്, അർജുൻ അർണവ്. സിദ്ധാർത്ഥ് അർണവ്, അതായത് ഞാൻ, 26 വയസ്സ്, ജോബ്ലെസ്. ഡിഗ്രി എടുക്കാൻ പോയിട്ട് കുറേ സപ്ലൈ വാങ്ങി വീട്ടിലിരിക്കുന്നു. പിന്നെ എൻ്റെ അനിയൻ അർജുൻ അർണവ്, വീട്ടിൽ കണ്ണൻ എന്ന് വിളിക്കും, 17 വയസ്സ്, +1 ഹ്യൂമാനിറ്റീസ്. 2ാമത്തെ പുത്രൻ കൃഷ്ണ. കൃഷ്ണനും നന്ദിതയ്ക്കും ഉണ്ടായതാണ് ആരോഹി കൃഷ്ണ, ശ്രേയ കൃഷ്ണ.
ആരോഹീനെ അമ്മു എന്നും ശ്രേയനെ അപ്പു എന്നും വീട്ടിൽ വിളിക്കും. ആരോഹി കൃഷ്ണ 21 വയസ്സ്, ഇപ്പോൾ ഹിന്ദി ലെക്ചറിൻ്റെ ഇന്റേൺഷിപ്പിൽ പോകുന്നു. ശ്രേയ കൃഷ്ണ ഇപ്പോൾ +2 ബയോസയൻസ് ആണ്. മൂന്നാമത്തെ പുത്രൻ അദർ. അദർവിനും മനസ അദർവിനും ഉണ്ടായ 2 പിള്ളേരാണ്, വൈഗ അദർ, രോഹൻ അദർ. വൈഗയ്ക്ക് 19, ഇപ്പോൾ +2 ഒക്കെ കഴിഞ്ഞിട്ട് അലോട്ട്മെന്റിന് വെയിറ്റിംഗ് ആണ് പുള്ളി. രോഹനാണെങ്കിൽ +1 കോമേഴ്സ്. നാലാമത്തെ മകൻ ആരവ്. ആരവിനും നിത്യ ആരവിനും 3 മക്കളാണുള്ളത്. ആർച്ചനാണ് മൂത്തത്. വീട്ടിൽ അച്ചു എന്ന് വിളിക്കും, 17 വയസ്സ്, +1 കോമേഴ്സ്. രണ്ടാമത്തത് ഇഷ്വിക്കാര, വീട്ടിൽ ഇച്ചു എന്ന് വിളിക്കും, 15 വയസ്സ്, 10th ക്ലാസ്, SSLC ആണ്. മൂന്നാമത്തത് തുളസിയാര, വീട്ടിൽ തുമ്പി എന്ന് വിളിക്കും. പിന്നെ അഞ്ചാമത്തേത് അതിപ്പോ വഴിയെ അറിയാം. എന്തായാലും ആദിത്യ മാമനും എലിസബത്ത് മാമിയും UK-യിലാണ്. അതുകൊണ്ട് നമ്മൾ അവരുമായിട്ട് ഒരു ബന്ധവും ഇല്ലേ. ഇനിയിപ്പോ നമ്മൾ തമ്മിൽ ബന്ധമുണ്ടെന്ന് അഞ്ചുമ്മ പറഞ്ഞ തീർന്നില്ലേ. പറഞ്ഞു പറഞ്ഞ് തൊണ്ടയിലെ വെള്ളം എത്തി. ഞാനെന്നൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. അടുത്ത സൺഡേ കാണാം. ഗുഡ് നൈറ്റ്.